ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇനി നമുക്ക് ഇഷ്ടപ്പെടാവുന്നൊരു മത്തൻ എരിശ്ശേരി തയ്യാറാക്കിയാലോ. ആദ്യം മത്തനെല്ലാം കഴുകി വൃത്തിയാക്കി നമുക്കത് കുക്കറിലേക്ക് ഇടാം. നമുക്ക് വൻപയറാണ് വേണ്ടത്. വൻപയർ ഒന്ന് 3-4 മണിക്കൂർ കുതിർത്ത് വെച്ചത്. അത് പെട്ടെന്ന് വേകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്കത് അതിലേക്ക് ഇടാം. ഇനി നമുക്ക് പച്ചമുളക് എരിവിനനുസരിച്ച് ഒരു 3-4 പച്ചമുളക് അവിടെ നിന്ന് പഴുത്തതാണ് എടുത്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം വെളുത്തുള്ളി ഒരു 3-4 വെളുത്തുള്ളി അതിലേക്ക് ഇടാം. ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് നമുക്കത് വേവിക്കാം. ഒരു 3-4 വിസിലും വന്നാൽ മതി, പെട്ടെന്ന് വേഗം കേട്ടോ. നമ്മൾ എല്ലാം വെന്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ജീരകവും തേങ്ങയും കൂടി നല്ലോണം അരച്ച് അതിലേക്ക് ഇടാം. നല്ലോണം ഇളക്കി കൊടുക്കുക. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ചട്ടി വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് ഇനി നമ്മൾക്കതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് കുറച്ചിട്ട് കൊടുക്കാം. ഇനി വറ്റൽമുളക് 2 വറ്റൽമുളക് നമുക്ക് പൊടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ടും നല്ലോണം മൂപ്പിക്കുക. ഇനി നമുക്കത് ആ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എരിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്